നമുക്കൊരു കിടിലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ വാട്സപ്പിലൊക്കെ വൈറലായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് ചക്കക്കുരു മിൽക്ക് ഷേക്ക്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റിയാണ്, അതേസമയം ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ ഞാനിപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 25 ചക്കക്കുരുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. പിന്നെ ഞാനിതിൻ്റെ ബ്രൗൺ പാർട്സ് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പാർട്സാണത്, അതുകൊണ്ടാണ് ഞാൻ കളയാതിരുന്നത്. ഇനി ചക്കക്കുരു മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് വേവിക്കാൻ. ചക്കക്കുരു നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം വേണം നമ്മൾ ചക്കക്കുരു അതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ചക്കക്കുരുയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചക്കക്കുരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാൻ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു കപ്പോളം പാല് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ ചക്കക്കുരു നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ചക്കക്കുരു ഒക്കെ നല്ല പോലെ വേവണം കേട്ടോ, എന്നാലാണ് ഇത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചക്കക്കുരു ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബ്രൗൺ പാർട്സ് കളയാത്തതുകൊണ്ട് ഒരു ബ്രൗൺ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൗൺ പാർട്സ് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കേട്ടോ, അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ചേർക്കുക. അതുപോലെ നട്ട്സൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചക്കക്കുരു മാത്രം ചേർത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ബൂസ്റ്റ് ഹോർലിക്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷേക്ക് നല്ല ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട്സ് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് പീനട്ട്സ് വറുത്തതാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മളിത് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്കിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട്സും കൂടെ ചേർത്തിട്ട് ഗാർണിഷ് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.